സ്വന്തമായ കാര്യപരിപാടി ഒന്നുമില്ല. ദൂരദേശങ്ങളിൽ അലയുകയാണ്. കയ്യിൽ കാശില്ല, ഭാഷ അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദുസ്ഥാനിയും സംസാരിക്കാൻ അറിയാം. എന്നാൽ ഇത് രണ്ടും മനസ്സിലാക്കാൻ കഴിവുള്ളവർ അവിടെ നന്നേ കുറവാണ്. അപ്പോൾ നിങ്ങൾ പല അപകടങ്ങളിലും ചാടും, പല സാഹസ പ്രവൃത്തികളും ചെയ്യും. അങ്ങനെ നിങ്ങൾ ഒരാപത്തിലകപ്പെട്ടു. അതിൽ നിന്ന് അപരിചിതനായ ഒരു മനുഷ്യൻ നിങ്ങളെ രക്ഷിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഒരനുഭവമാണ്. എൻ്റെ ചുറ്റുമുള്ളവരിൽ നല്ലവരുണ്ട്, മഹാക്രൂരന്മാരും കള്ളന്മാരും ഉണ്ട്, സാംക്രമിക രോഗമുള്ളവരുണ്ട്, ഭ്രാന്തന്മാരുണ്ട്. തിന്മയാണ് ഈ ലോകത്തിൽ അധികവും. എന്നാൽ ഇത് നമ്മൾ മറന്നുപോകും. അപകടം പറ്റിക്കഴിയുമ്പോഴാണ് നമുക്ക് ബോധമുണ്ടാവുക. ആ നിസ്സാര സംഭവം ഇവിടെ പറയാം. പതിവ് പോലെ ഞാൻ 4 മണിക്കുണർന്നു. ദിനകൃത്യങ്ങളെല്ലാം ചെയ്തു. ഊണും ചായയും കഴിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്കിറങ്ങി. സോജാ 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 രാജകുമാരി സോജാ സോജാ രാജകുമാരി സോജാ സോജാ मैं बलहारी സോജാ സോജാ मैं बलहारी സോജാ സോജാ രാജകുമാരി സോജാ सोजा मीठे सपने आए, सपनों में भी दरस दिखाए। सोजा मीठे सपने आए, सपनों में भी दरस दिखाए। उठकर रूप नगर में जाए, उठकर रूप नगर में। എത്ര രൂപയാ? 3/4 രൂപ. എന്റെ പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചു. राजा जी माला पहनाए. ഈ വേലയൊന്നും ഇവിടെ ചെലവാവില്ല. പണം വെച്ചിട്ട് പോടോ, എങ്കിൽ ഞാൻ നിന്റെ കണ്ണ് ചുരന്നെടുക്കും. ചുരന്നെടുക്കുന്നു പറഞ്ഞ ചുരന്നെടുക്കും. എന്റെ കോട്ട് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പോയി പണം കൊണ്ടുവരാം. ഓട്ടൂരടോ, ഷർട്ടൂരടോ. ട്രൗസർ അയക്കി. എന്റെ അടിയിൽ ഒന്നുമില്ല. എനിക്ക് സംശയമാണ്, അടിയിൽ എന്തെങ്കിലും കാണും. അടിയിൽ എന്തെങ്കിലും കാണും. നിൽക്കൂ, ഞാൻ പണം തരാം. എത്ര രൂപയാ? 3/4 രൂപ. എല്ലാം ധരിക്കൂ. വരൂ വരൂ, നമുക്ക് പോകാം. എനിക്ക് നന്ദി പറയാൻ വാക്കുകളില്ല. അങ്ങ് ചെയ്തത് ഒരു വലിയ കാര്യമാണ്. ഇത്ര നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. പേരെന്താ? ബഷീർ. നിങ്ങളുടെ പേര്? എനിക്ക് പേരില്ല. എങ്കിൽ ദേവ എന്നായിരിക്കുമല്ലേ പേര്? നിൽക്കവിടെ. ഇനി നീ തിരിഞ്ഞു നോക്കാതെ പോകണം.
ആരെങ്കിലും എന്നെ കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടില്ലെന്ന് പറയണം. ഇതിലേതാ നിങ്ങളുടേത്? ഇനിയിപ്പോ ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. ദൈവം നിങ്ങളെയും എന്നെയും എല്ലാവരെയും രക്ഷിക്കട്ടെ.